ചാനട്ടൻ ന്യൂസ് ടീം ഇപ്പോൾ ആലിപ്പറമ്പ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെത്തി. അപ്പോൾ ഒരുപാട് പേരോട് UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നജീബ് കാന്തപുരത്തെ കുറിച്ച് ചോദിച്ചു. പലരും അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ പഞ്ചായത്ത് ഓഫീസിന്റെ ഫ്രണ്ടിൽ കണ്ട ഒരു നാട്ടുകാരനോട് ചോദിക്കാം, നജീബ് കാന്തപുരത്തെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ എങ്ങനെ വിലയിരുത്തും? സാധാരണ രാഷ്ട്രീയക്കാര് MLA-മാരൊക്കെ നാടിന്റെ ഭൗതികമായ ഒരു വികസന സങ്കല്പങ്ങളാണ് മുന്നോട്ട് വെക്കാറുള്ളത്. ഭൗതിക സാഹചര്യങ്ങൾ വികസിപ്പിക്കുക, സാധാരണ റോഡ്, തോട്, അതല്ലെങ്കിൽ മറ്റ് സർക്കാർ കെട്ടിടങ്ങൾ, കാര്യങ്ങളൊക്കെ വലിയ കോടികൾ ചെലവഴിച്ച് വികസിപ്പിക്കും. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് പലപ്പോഴും അഡ്രസ് ചെയ്യപ്പെടാൻ മറന്നു പോകുന്ന ചില വിഭാഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികള്, യുവാക്കൾ പോലുള്ള ആളുകൾ. പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം വന്നതിന് ശേഷം പെരിന്തൽമണ്ണയിലെ വിദ്യാർത്ഥികളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു എന്നതാണ് ഏറ്റവും വലിയൊരു വിജയമായിട്ട് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ MLA ആയതിനു ശേഷം ക്രിയ പദ്ധതി പെരിന്തൽമണ്ണയിൽ യാഥാർത്ഥ്യമാക്കി. ഇലക്ഷൻ സമയത്ത് ക്രിയയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അത്ര വലിയ ഒരു ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് മാത്രമേ തോന്നും. കാരണം ഇതൊക്കെ നാട്ടിൽ നടക്കോ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ 5 വർഷക്കാലം കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് സർക്കാർ സർവീസിൽ പെരിന്തൽമണ്ണ ക്രിയ സിവിൽ സർവീസ് അക്കാദമിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ 78 കുട്ടികൾ സർക്കാർ സർവീസിൽ പ്രവേശിച്ചു എന്നതാണ് ഏറ്റവും വലിയ വിജയമായിട്ട് നമ്മൾ കാണുന്നത്. പുതിയ IAS-ന്റെ റിസൾട്ട് വന്നപ്പോൾ 3 ആളുകൾ വീണ്ടും ഈ വർഷം വിജയം നേടിയിട്ടുണ്ട്. അപ്പോൾ പെരിന്തൽമണ്ണിൽ ആ ഒരു മേഖല PSC പരീക്ഷയെ പോലും കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇന്ന് പെരിന്തൽമണ്ണ കുട്ടികൾ സിവിൽ സർവീസിനെ കുറിച്ച് സ്വപ്നം കാണാൻ തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും നാട്ടുകാർ ഭൂരിഭാഗം, ഇനി ഒരുപാട് പേര് പറയാറുണ്ട്. നാട്ടുകാര് പല ആളുകളോട് അഭിപ്രായം ചോദിച്ചപ്പോൾ നജീബ് കാന്തപുരത്തെ കുറിച്ച് അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കൂട്ടത്തിലാണ് ഇദ്ദേഹം പറയുന്നത്. ശരിയാണ്, കുട്ടികളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുക. അതായത് നമ്മുടെ APJ അബ്ദുൽ കലാം, അദ്ദേഹം മുൻ ശാസ്ത്രജ്ഞനാണ്, മുൻ രാഷ്ട്രപതിയായിരുന്നു. അപ്പോൾ അദ്ദേഹം കുട്ടികളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു മഹാനായ അധ്യാപകൻ കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നജീബ് കാന്തപുരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ കുറെ യുവാക്കളൊക്കെ പറയും. പുതിയ തലമുറയിലെ യുവാക്കളാണല്ലോ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും എങ്ങനെ ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ അവർക്ക് വലിയൊരു സ്വപ്നം കാണാൻ പഠിപ്പിക്കുക, വിദ്യാഭ്യാസ മേഖലയിലൂടെ ഉന്നതികളിലേക്ക് എത്താൻ, അതൊരു വലിയ കാര്യം തന്നെയാണ്. കേരളത്തിലെ ഒരു നിയോജക മണ്ഡലത്തിലും ഇല്ലാത്തൊരു സംഭവമാണ് ഒരു IAS അക്കാഡമി എന്നൊക്കെ പറയുന്നത്. സർക്കാർ സർവീസിലേക്ക് ജോലി കിട്ടാവുന്ന കോച്ചിങ് ഒക്കെ കൊടുക്കുക എന്ന് പറയുന്നത്. വിമർശനങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷെ നല്ലത് ചെയ്താൽ നല്ലതെന്ന് അംഗീകരിച്ചു കൊടുക്കുക, മോശം ചെയ്താൽ മോശമായി പോയെന്ന് പറയുക എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഏതായാലും നല്ലത് ചെയ്തു എന്ന് ജനങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജനങ്ങൾ അതേ രീതിയിൽ എടുക്കട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10.